മഞ്ഞുതുള്ളികളോടൊപ്പം ഒരു ക്രിസ്മസ് ദിനം കൂടി വന്നണയുകയാണല്ലോ. ദൈവത്തോടുള്ള സമാനത മുഴുവൻ വെടിഞ്ഞ് മനുഷ്യരോടൊത്ത് മനുഷ്യനായി ജീവിക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സുന്ദര ദിനമാണല്ലോ ക്രിസ്മസ്. ഒരു കൊച്ചു കഥ വായിച്ചത് ഓർമ്മയിൽ വരുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനം കണ്ട് 5 വയസ്സുകാരൻ മകൻ അപ്പനോട് ചോദിച്ചു, അതെന്താണ് അപ്പ? അപ്പൻ പറഞ്ഞു, അതാണ് വിമാനം, മനുഷ്യർക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള വാഹനം. മകന്റെ സംശയം തീർന്നില്ല. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തിൽ താഴെ നിൽക്കുന്ന മനുഷ്യർ എങ്ങനെ കയറും? അപ്പൻ മോനോട് പറഞ്ഞു, മോനെ, മുകളിലേക്ക് കൊണ്ടുപോകുവാൻ വിമാനം താഴേക്ക് വരും. മണ്ണിലഴയുന്ന വരയുന്ന മനുഷ്യനെ വിണ്ണോളം ഉയർത്തുവാൻ ദൈവം തന്നെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന സുന്ദര ദിനമല്ലേ ക്രിസ്മസ്. അങ്ങനെയെങ്കിൽ ഈ ദിനത്തെ വരവേൽക്കുവാൻ, രക്ഷകനെ സ്വന്തമാക്കുവാൻ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നോമ്പ് തോറ്റും നമ്മെ തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകൾ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന 2 സന്ദേശങ്ങൾ ഇപ്രകാരമാണ്. ഒന്നാമത്തെ സന്ദേശം, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തണം എന്നുള്ളതാണ്. എളിമയുടെ അത്യുന്നത മാതൃക കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന പൊന്നു തമ്പുരാനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഞാനെന്ന ഭാവം വിടയുക എന്നുള്ളതാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് എത്രയോ സത്യമാണ്. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുന്നു. എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുവാൻ, എനിക്കായി പിറന്ന രക്ഷകനെ സ്വന്തമാക്കുവാൻ എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സുന്ദര ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന 2ാമത്തെ സന്ദേശം, നീ ദൈവത്തിന് വേണ്ടി വിശക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ്. ആകിസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ദരിദ്രരാജ്യമായ പെറുവിന്റെ തലസ്ഥാനം ലീമ സന്ദർശിക്കുന്ന വേളയിൽ പരിശുദ്ധ പിതാവിന് സ്വാഗതം പറഞ്ഞ് സംസാരിച്ചത് വിക്ടർ ഐറിൻ ദമ്പതികളായിരുന്നു. സ്വാഗതവേളയിൽ അവർ ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധ പിതാവെ, ഞങ്ങൾക്ക് വിശക്കുന്നു. മറുപടി പ്രസംഗത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ശാരീരികമായ വിശപ്പ് ശമിപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിശപ്പ് ഒരിക്കലും തീരാതിരിക്കട്ടെ. അപ്പത്തിന്റെ ഭവനമായ ബെഥൽഹേമിൽ നിത്യജീവന്റെ അപ്പമാകുവാൻ ജനിച്ചവൻ മഞ്ഞുതുള്ളികൾ ഇറ്റിറ്റു വീഴുന്ന വിശുദ്ധിയുടെ നിർവ്വണം പരത്തുന്ന ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുമുടങ്ങളിൽ മന്ത്രിക്കുന്നു, നഷ്ടപ്പെടുത്തരുത് ഒരു നാടും ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്.